അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് എത്തുന്നു കലാഭവൻ അക്ഷയ്. അക്ഷയ്, ഇപ്പൊ പേരിന്റെ കൂടെ കലാഭവൻ ഉള്ളപ്പോ തന്നെ നമുക്ക് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല എവിടെയാണ് എന്നുള്ളത് അല്ലേ? യെസ്. അപ്പൊ എത്ര നാളായി കലാഭവനില്? ഞാനിപ്പോ 1 കൊല്ലം കഴിഞ്ഞ്. 1 കൊല്ലം. വേറെന്താ ചെയ്യുന്നത്? വേറെ ഇപ്പൊ വോയിസ് പഠിക്കുവാണ്. +2 പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെയാണ്. അപ്പൊ ഇതുപോലെ കലോത്സവങ്ങൾക്കൊക്കെ പോകാറുണ്ടോ? കലോത്സവത്തിന് പോവാറുണ്ട്. ഞാൻ 7ാം ക്ലാസ് തൊട്ട് പോവാറില്ല. ഞാൻ തന്നെ മോണായിട്ടൊക്കെ എഴുതി അങ്ങനെ കയറി പോയത്. പിന്നെ ഓക്കെ. അപ്പൊ ഇന്ന് ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ കുറച്ച് ആക്ടേഴ്സിന്റെ വോയിസും അതുപോലെ തന്നെ നമ്മുടെ ഫീമെയിൽ വോയിസ് അങ്ങനെ കുറച്ചൊക്കെ താരങ്ങളുടെ വോയിസ് ഒക്കെ കേൾക്കാം. ഓക്കെ, കേട്ട് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഈ ഗുരുദൈവം പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യരുത്. പക്ഷേ ജാതി ഏത് മതം ഏത് ഗുരുദേവനും അറിയാവേല, എനിക്കും അറിയാവേല. അപ്പോൾ താങ്കൾക്ക് അറിയാമെങ്കിൽ ചങ്ങനാശ്ശേരി സുകുമാരൻ കൂടി എന്നോട് പറയുക. ഗുഡ് ജോബ്. ഇനി അടുത്ത ആരാണ്? അടുത്ത നമുക്ക് ഫീമെയിൽ വോയിസ് ഷീലാമ്മയുടെ ശബ്ദം. അയ്യോ, എൻ്റെ മാത്തക്കുട്ടി ചായോ, എൻ്റെ മാത്തക്കുട്ടി ചായനുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കപ്പയും കഞ്ഞിയും വാങ്ങി തന്നാന്. ഹോ, എൻ്റെ ചേച്ചി, ഈ മാത്തക്കുട്ടി ചായ നമുക്ക് പോകാം, വാ. അടുത്ത നമുക്ക് നമ്മുടെ നാണിത്തള്ള രാധാകൃഷ്ണൻ ചേട്ടൻ സ്കിറ്റിലും എല്ലാത്തിലും മികച്ച, പ്രത്യേകിച്ച് ഇതുപോലത്തെ വേദികളിലൊക്കെ. അപ്പോൾ നാണിത്തള്ള വോയിസ്. എന്താണ് മക്കളെ നിങ്ങൾക്ക് ഇരിക്കണം? എൻ്റെ വന്ന ചേട്ടാ 2 കൗണ്ടറൊക്കെ അടിയുന്നത് എന്തിരിപ്പാണ്. അടുത്ത നമ്മുടെ പ്രേമ സിനിമയിലെ വിനയ് ഫോർട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രേമ സിനിമയിൽ നിന്ന് തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു പേരെടുത്ത് അറിഞ്ഞത്. അപ്പോൾ അതിന്റെ മുമ്പ് നമ്മുടെ BGM ഒരു വെറൈറ്റി സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അന്ന് മൈക്ക് പിടിക്കാണെങ്കിൽ ചെയ്യാം. ചാവ വളരെ സിമ്പിളാണ് അല്ല, ഭയങ്കര പവർഫുള്ളാണ്. മനസ്സിലായെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എനിക്കും ശരിയായിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ല? നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ എന്താണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇൻട്രോ മ്യൂസിക് പൊളിച്ചു, പ്രേമത്തിന്റെ ആ ഒരു മ്യൂസിക്. ഇനി അടുത്തത് നമുക്ക് ശശികലിംഗ. ശശികലിംഗ. മർമ്മം, കർമ്മം, ധർമ്മം, ഇവര് 3 പേരുമാണ് എൻ്റെ ഹീറോസ്. എന്നും വഴിന്ന് കിട്ടും, വാങ്ങിക്കൊണ്ട് പോകും. കിട്ടണതും കൊണ്ടുവരുമ്പോ ഉള്ളത് പിന്നെയും കിട്ടും. നമ്മുടെ ധർമ്മജന്റെ വോയിസ്. അതെനിക്ക് ഞാൻ പുതിയതായിട്ട് എടുക്കാൻ തുടങ്ങിയാണ്. നമ്മുടെ പാപ്പിച്ചാന്റെ വോയിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ കഞ്ചോളോട് വെച്ചിട്ടുണ്ട്. വാട്ടവളോടെ കഞ്ചോളോന്ന് അറിയാമല്ലോ. പാപ്പിച്ചായ കുടിച്ചിട്ടൊന്നും വരണ്ടോ? പാപ്പിച്ചായ സ്കൂളിൽ പോണ പാപ്പിച്ചായ. ഗുഡ് വൺ. നന്നായിട്ട്. അടുത്ത നമ്മൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നമ്മുടെ പുതിയ ഒരു താരം തന്നെയാണ്. അപ്പൊ വിഷ്ണു ചേട്ടന്റെ വോയിസിൽ ചെയ്യാം. ഈ സിനിമാടന്മാരെ കാണാൻ സെറ്റപ്പ് അല്ലേ? അവരുടെയൊക്കെ കാശും സൗന്ദര്യവും അവരുടെയൊക്കെ പേര് തന്നെ കേട്ടില്ലടാ. എന്നെ അങ്ങോട്ട് പേരല്ലേ? നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ദാസപ്പൻ. ദാരിദ്ര്യം എന്റെ കുഞ്ഞടാവേ. ഈ പേരിട്ട തന്നെ അറിയാലോ ഒരു കാര്യത്തും കയറി പിടിക്കാൻ പോളെന്ന്. ഏറെക്കുറെ. സൂപ്പർ. ഗുഡ് ജോബ് അക്ഷയ്, നന്നായി ചെയ്തു എല്ലാം അല്ലേ? അപ്പോൾ എന്താണ് സജഷൻസ്, ഇംപ്രൂവ്മെന്റിനുള്ള സജഷൻസ്? അനുഭവസ്ഥർ പറയൂ. ഒന്നും പറയില്ല, അടിപൊളിയാണ്. ഇനി അക്ഷയ് നന്നായിട്ട് ചെയ്തു. ഇനിയിപ്പം പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് തന്നെ ഇമ്പ്രൂവ് ആയിക്കോളും. പിന്നെ നിങ്ങളുടെ ശബ്ദത്തിനകത്തൊരു ശബ്ദം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഇതുവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എനിക്ക് തോന്നിയതാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ എന്തേലും ഒന്ന് സംസാരിച്ചേ. ചെമ്പം വിനോദ് ചേട്ടന്റെ ശബ്ദമായിട്ട് എടുക്കണാണ്. അത് നല്ല സാമ്യമുണ്ട് അല്ലേ? വിനോദന്റെ മിക്സ്ഡ് വോയിസ്, മറ്റേ ജോർജേട്ടന്റെ പോരോ ഒരു മിക്സ്ഡ് വോയിസ്. നീ എന്തുടക്കണെന്ന് പെടക്കണേ അജോ? ഈ ജയിലെ കള്ളം മറന്നു പറഞ്ഞാ നല്ല ഇന്റർനാഷണൽ കള്ളം മറായിരിക്കും. എടാ ജോർജെ, മത്തായ പറമ്പിന്റെ അപ്പനാണെങ്കിലും അതൊക്കെ നോക്കി കണക്കുള്ള നീയൊക്കെ തന്നെയാണ്. നീയൊക്കെ ഇടണമെങ്കിലേ ഈ പറമ്പിന് മുന്നോട്ട് പോകുള്ളൂ. നീയൊക്കെ പൊരിക്കണം മക്കളെ. അടിപൊളി. അത് മോന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും.
അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നന്നായിരുന്നു, അടിപൊളി, സൂപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ചേട്ടാ. ബാക്കിയെല്ലാം ഓക്കെ താങ്ക് യു പുറകാലെ വരും. താങ്ക് യു താങ്ക് യു നെൽസൺ ചേട്ടാ ചെയ്തെല്ലാം നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഒരു കാര്യം മാത്രം പറയാൻ, നിനക്കിപ്പോൾ തുടക്കമാണ്, നിനക്ക് ഇഷ്ടംപോലെ സമയം കിടക്കുക, പൊളിക്കാനുള്ള സമയം കിടക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അക്ഷയ് വീണ്ടും കാണാം. വളരെ പ്രശസ്തനായ ഒരു കലാകാരനായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്.